ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നതേ ഒരു ഉപ്പേരി കേട്ടോ. വായൻ്റെ ഒരു മാണിത്തട്ട വെച്ച് കാണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് നടുക മുറിച്ച് ചെറുതായി അരിയണം കേട്ടോ. ചെറുതായി അരിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് കണ്ട് അതിൽ ഇട്ട് വെക്കുക. എന്നാൽ അതിൻ്റെ കറകളൊക്കെ പോയി കിട്ടും കേട്ടോ. അതിൽ നിന്ന് നല്ലവണ്ണം ഊറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഏത് എണ്ണ ഇഷ്ടമുള്ള പാരട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല, ഓയിലും പറ്റും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. വെളുത്തുള്ളി ഇട്ട ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ച മാണിത്തട്ടക്കായല്ലേ, അതരിഞ്ഞത് ഇടുക. അതിലേക്ക് ഉപ്പിടുക. ഉപ്പ് അവനവൻ്റെ ഇഷ്ടത്തിന് പാകത്തിന് ഇട്ടതുകൊണ്ട് കേട്ടോ. കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കുക. വെള്ളമൊന്നും പാരരുത് കേട്ടോ, ആവിയിൽ വേവിക്കണേ. മിനിറ്റ് കഴിഞ്ഞാൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഉഷാറായിട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കാന്താരി മുളകും നാളികേരവും നല്ലവണ്ണം ചതച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ചൂടോടെ ഉപയോഗിക്കാം. ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.